ബന്ധുക്കൾക്ക് ആഘോഷ പരിപാടികളിൽ മദ്യം ഒഴിച്ചുകൂടാനാവാതെ വരികയാണ്. അതിനൊപ്പം തന്നെ കുറ്റകൃത്യങ്ങളുടെ എണ്ണവും വർദ്ധിക്കുകയാണെന്നത് അതീവ ഗൗരവത്തോടെ കാണേണ്ടിയിരിക്കുന്നു. തിരുവനന്തപുരം അമ്പൂരിയിൽ ഒരു വീട്ടിലെ സന്തോഷം മുഴുവൻ ഒറ്റ നിമിഷം കൊണ്ട് കെടുത്തിയത് മദ്യലഹരിയിലുണ്ടായ അതിക്രമമാണ്. വിവാഹ വാർഷികാഘോഷത്തിനിടെ ഭാര്യയുമായുണ്ടായ തർക്കത്തിനൊടുവിലാണ് യുവാവ് അക്രമാസക്തനായതും സ്വന്തം പിതാവിന്റെ ജീവനെടുത്തതും. അമ്മാവനെയും ഇയാൾ കുത്തി പരിക്കേൽപ്പിച്ചു. ആയുർവേദ തെറാപ്പിസ്റ്റായ പ്രതി ഷാനു തോമസ് മലേഷ്യയിലേക്ക് ജോലിക്ക് പോകാനിരിക്കെയാണ് കൊലപാതകം. നാടിനെ നടുക്കിയ വാർത്തയിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. തിരുവനന്തപുരം അമ്പൂരിയിൽ വിവാഹ വാർഷികാഘോഷത്തിലെ തർക്കത്തിനിടെ മകന്റെ അടിയേറ്റ് പിതാവ് കൊല്ലപ്പെട്ടു. തർക്കം പരിഹരിക്കാനെത്തിയ അമ്മാവനും കുത്തേറ്റു. തിരുവനന്തപുരം അമ്പൂരി സ്വദേശി തോമസ് എബ്രഹാമിനെയാണ് മകൻ ഷാനു തോമസ് കൊലപ്പെടുത്തിയത്. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഷാനുവും ഭാര്യയും തമ്മിലുള്ള തർക്കത്തിൽ ഇടപെട്ടതോടെയാണ് ഇയാൾ അക്രമാസക്തനായതും ബന്ധുക്കൾക്ക് നേരെ തിരിഞ്ഞതും. മദ്യലഹരിയിലാണ് കൊലപാതകമെന്ന് പോലീസ് പറഞ്ഞു. ഷാനു തോമസിന്റെ രണ്ടാം വിവാഹ വാർഷിക ദിവസമായ ബുധനാഴ്ച രാത്രി 11 മണിയോടെയാണ് കൊലപാതകം നടന്നത്. രാത്രി 8 മണി മുതൽ വീട്ടിൽ ആഘോഷ പരിപാടികൾ നടക്കുകയായിരുന്നു. ബന്ധുമിത്രാദികൾ മാത്രം പങ്കെടുത്ത ആഘോഷത്തിന്റെ സമാപന വേളയിലാണ് ഷാനു തോമസും വീട്ടുകാരുമായി തർക്കമുണ്ടായത്. ആഘോഷത്തിന്റെ ഭാഗമായി മദ്യപാന സദസ്സും ഉണ്ടായിരുന്നു. ഇതിനിടെ ഷാനുവും ഭാര്യയും തമ്മിൽ വാക്കേറ്റമുണ്ടായി. പ്രകോപിതനായ ഷാനുവിനെ സമാധാനിപ്പിക്കാനായി തൊട്ടടുത്ത് താമസിക്കുന്ന സഹോദരൻ ബിനു വർഗീസിനെ അമ്മ മിനി വിളിച്ചു വരുത്തി. ഇദ്ദേഹം ഷാനുവിനോട് സംസാരിച്ചെങ്കിലും പ്രകോപിതനായ ഷാനു ബിനുവിനെ കയ്യിലുണ്ടായിരുന്ന കത്തികൊണ്ട് കുത്തുകയായിരുന്നു. 16 തവണയാണ് ബിനുവിനെ കുത്തിയത്. കൂടെയുണ്ടായിരുന്ന ബന്ധുക്കൾ ഷാനുവിനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. ഇതിനിടെ ഇയാൾ വീടിന്റെ വരാന്തയിലുണ്ടായിരുന്ന കസേരയെടുത്ത് തടയാൻ വന്ന പിതാവിനെ അടിച്ചു വീഴ്ത്തിയെന്നാണ് പോലീസ് പറയുന്നത്. ചുമരിൽ ഇടിച്ച് താഴെ വീണ തോമസിന്റെ തലയ്ക്ക് സാരമായി പരിക്കേറ്റു. തോമസിനെയും ബിനു വർഗീസിനെയും ഉടൻ വെള്ളറടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും തോമസിന്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. അപകടനില തരണം ചെയ്ത വർഗീസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തമാശയായിട്ട് അങ്ങ് പോയി. അത് പിന്നെ വൈകുന്നേരമായപ്പോഴത്തേക്കും അത് രൂക്ഷമായി. മോൻ വിടരുത്. അങ്ങനെ പിന്നെ രാത്രി 9:00 എന്നതാണ്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ വയലൻ്റായി. ഞാൻ പറഞ്ഞു എന്നെ ജില്ല ചെയ്യുന്നത് എന്തിനാ വേറെ ചെയ്യേണ്ട കാര്യമില്ല, നീ എന്നെ ചെയ്യണം. അങ്ങനെ നിന്ന് കൊടുത്താൽ ഒരു വീട്ടിലായിരുന്നു. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ പോയി കിടന്ന് ഉറങ്ങി ഉറക്കത്തിനിടയിൽ ഇതുപോലെ എൻ്റെ മരിച്ച അളിയെ വിളിച്ച് പറയുന്നു. പെട്ടെന്നാണ് വഴക്കാണ്. അങ്ങനെ റോഡ് ചെല്ലുമ്പം അളിയെ വിളിച്ച് തള്ളുക. അങ്ങനെ അളിയെ വീഴുന്നു. ഇവ കത്തി എടുത്ത് വീശു. നമ്മൾ നീ എന്നെ വെട്ടിക്കോ, എന്നെ വെട്ടിക്കാൻ കുഴപ്പമില്ല. അങ്ങനെ നിന്ന് കൊടുത്തു. കാരക്കോണം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന തോമസിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ശനിയാഴ്ചയാണ് സംസ്കാരം. വീട്ടിൽ തർക്കമുണ്ടാകാനുള്ള കാരണം വ്യക്തമല്ല. കസ്റ്റഡിയിലുള്ള പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരൂ. നമ്മൾ വന്ന് നോക്കി കസേരയൊക്കെ അടിച്ച് താർത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അപ്പനെ മകനെ കസേരയിട്ട് അടിച്ചു എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. പയ്യനിപ്പോൾ വന്നിട്ട് ചെന്നൈയിലായിരുന്നു. ഒരാഴ്ചയായെന്ന് തോന്നുന്നു ഇവിടെ വന്നിട്ട്. പയ്യന് വീട്ടുകാരുമായിട്ട് വിഷയമൊന്നുമില്ല. ഈ ആഘോഷത്തിനിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുഴപ്പങ്ങൾ സൃഷ്ടിച്ചെന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം. സംഭവം ഇങ്ങനെ മോൻ അച്ഛനെ കസേര എടുത്ത് അടിച്ചു ആ സ്പോട്ടിൽ തന്നെ അച്ഛൻ മരിച്ചു. ഇങ്ങനെ പോലീസുകാർ കൊണ്ടുപോയിരിക്കുന്നു. ഇത് മാത്രമേ എനിക്കറിയാവൂ. ഷാനു കസേര തറയിലാണ് അടിച്ചതെന്നും തർക്കത്തിനിടയിൽപ്പെട്ട തോമസിനെ പിടിച്ചു തള്ളിയപ്പോൾ ചുമരിലും തറയിലും തലയിടിച്ചാണ് മരണമെന്നുമാണ് ഭാര്യ പറയുന്നത്. ആയുർവേദ തെറാപ്പിസ്റ്റായ ഷാനു തോമസ് കോയമ്പത്തൂരിലാണ് ജോലി ചെയ്തിരുന്നത്. മലേഷ്യയിലേക്ക് ജോലിക്ക് പോകാനായി കഴിഞ്ഞ ആഴ്ചയാണ് നാട്ടിലെത്തിയത്. തലക്കേറ്റ ക്ഷതമാണ് തോമസിന്റെ മരണകാരണം എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ ഇക്കാര്യം സ്ഥിരീകരിക്കാനാകൂ. ന്യൂസ് 18 നെയ്യാറ്റിൻകര. തൃശൂർ ആനക്കല്ലിൽ ഭർത്തൃവീട്ടിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. അവണിശ്ശേരി സ്വദേശി 30 വയസ്സുള്ള ഉണ്ണിമായാണ് മരിച്ചത്. രാവിലെ ഭർത്താവുമായി വഴക്കുണ്ടാക്കിയതിനു ശേഷമാണ്
ഉണ്ണിമായെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. യുവതിയെ ഭർത്താവ് ശിവപ്രസാദ് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതായാണ് പോലീസ് സംശയിക്കുന്നത്. ഇയാളെ നെടുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ശിവപ്രസാദ് ഭാര്യയെ സംശയിച്ചിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. രാവിലെ 8:30യോടുകൂടിയായിരുന്നു സംഭവം. തൃശൂരിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഉണ്ണിമായ അവിടേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. ഇതിനിടെയാണ് ഭർത്താവ് ശിവപ്രസാദുമായി തർക്കമുണ്ടായത്. ഇത് പിന്നീട് വഴക്കായി മാറി. പിന്നീട് ഭർത്താവിന്റെ അമ്മയും മറ്റും വന്ന് നോക്കുമ്പോൾ ഉണ്ണിമായ മുറിയിൽ ചലനമറ്റ് കിടക്കുന്നതാണ് കണ്ടത്. ഭർത്താവിന്റെ അമ്മയും നാട്ടുകാരുമാണ് യുവതിയെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. സംഭവത്തിന് ശേഷം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയ ഭർത്താവ് ശിവപ്രസാദിനെ നെടുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തർക്കത്തിനിടെ ശിവപ്രസാദ് ഉണ്ണിമായുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ചതായി പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ഇതാകാം മരണകാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ശിവപ്രസാദിനെ നെടുപുഴ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. ഉണ്ണിമായുടെ മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ കൃത്യമായ മരണകാരണം കണ്ടെത്താനാകൂ എന്ന് പോലീസ് പറഞ്ഞു. ശിവപ്രസാദ് ഭാര്യയെ സംശയിച്ചിരുന്നതായാണ് വിവരം. മുമ്പും ഇരുവരും തമ്മിൽ വഴക്ക് പതിവായിരുന്നെന്നാണ് നാട്ടുകാർ പറയുന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 തൃശൂർ. മലപ്പുറം പൊന്നാനിയിൽ സംശയത്തെ തുടർന്ന് ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഫാത്തിമയെ ഭർത്താവ് മുഹമ്മദ് കൊലപ്പെടുത്തിയത് കുഞ്ഞിന് മുൻപിൽ വെച്ചാണെന്ന് പോലീസ് പറഞ്ഞു. കഴുത്തിൽ ഷാൾ മുറുക്കി കൊന്ന ശേഷം കടപ്പുറത്തെ മണ്ണിൽ തല പൂഴ്ത്തി. തുടർന്ന് ട്രെയിനിന് മുൻപിൽ ചാടി ജീവനൊടുക്കാൻ ലക്ഷ്യമിട്ടാണ് ഇവിടെ നിന്ന് കടന്നു കളഞ്ഞതെന്നും പ്രതി പോലീസിന് മൊഴി നൽകി. സംഭവത്തിൽ പ്രതി മുഹമ്മദുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. പൊന്നാനി ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലാണ് പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തത്. പ്രതി മുഹമ്മദിനെ സംഭവം നടന്ന പൊന്നാനി ഹാർബറിനോട് ചേർന്ന സ്ഥലത്തെത്തിച്ചാണ് തെളിവെടുത്തത്. പൊന്നാനി പോലീസ് സംഘം പ്രതിയുമായി തെളിവെടുപ്പിനെത്തുന്നറിഞ്ഞ് നിരവധി ആൾക്കാരും സ്ഥലത്ത് അടിച്ചുകൂടിയിരുന്നു. ബൈക്കിൽ ഫാത്തിമയ്ക്കും കുഞ്ഞിനുമൊപ്പം ബീച്ചിലേക്ക് എത്തിയത് മുതലുള്ള ഓരോ കാര്യങ്ങളും മുഹമ്മദ് പോലീസിനോട് വിശദീകരിച്ചു. കൊല നടത്തുമ്പോൾ 4 മാസം പ്രായമുള്ള മകൾ തൊട്ടടുത്ത് കിടപ്പുണ്ടായിരുന്നെന്നും മുഹമ്മദ് പോലീസിനോട് പറഞ്ഞു. ചൊവ്വാഴ്ച രാത്രിയാണ് ക്രൂരമായ കൊലപാതകം അരങ്ങേറിയത്. ഭാര്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ ചൊല്ലിയുള്ള സംസാരം വാക്കുതർക്കത്തിലെത്തുകയും അത് പിന്നീട് കൊലപാതകത്തിൽ കലാശിക്കുകയുമായിരുന്നു. സംഭവത്തിന് ശേഷം സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട മുഹമ്മദിനെ പിന്നീട് പരപ്പനങ്ങാടിയിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ട്രെയിനിന് മുമ്പിൽ ചാടി ജീവനൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നു മുഹമ്മദ്. പൊന്നാനി പുനർഗേഹം ഭവന സമുച്ചയത്തിലെ താമസക്കാരാണ് ഫാത്തിമയും മുഹമ്മദും. കൊല നടത്തിയ ശേഷം പുലർച്ചെ 3 മണിയോടെ ഫ്ളാറ്റിലെത്തി കുഞ്ഞിനെ സ്വന്തം ഉമ്മയെ ഏൽപ്പിച്ച ശേഷമാണ് മുഹമ്മദ് സ്ഥലം വിട്ടത്. ഒന്നര വർഷം മുമ്പായിരുന്നു ഇരുവരുടെയും വിവാഹം. വിവാഹം കഴിഞ്ഞതു മുതൽ ദമ്പതിമാർക്കിടയിൽ നിരന്തരം വഴക്കുണ്ടായിരുന്നതായി അയൽവാസികൾ പറയുന്നു. ഭാര്യയ്ക്ക് മറ്റു ബന്ധങ്ങളുണ്ടെന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. മുമ്പും ഫാത്തിമയെ മുഹമ്മദ് ക്രൂരമായി ഉപദ്രവിച്ചിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ. കോട്ടയം സ്വദേശികളായ സഹോദരിമാരുടെ മൃതദേഹം ദുരൂഹ സാഹചര്യത്തിൽ കന്യാകുമാരിയിൽ കടലിൽ കണ്ടെത്തി. അമേരിക്കയിൽ നിന്ന് അടുത്തിടെ നാട്ടിലെത്തിയ കോട്ടയം കിടങ്ങൂർ സ്വദേശികളായ ആൻ ഫിലിപ്പ്, ഇളയ സഹോദരി മീര ഫിലിപ്പ് എന്നിവരാണ് മരിച്ചത്. വിനോദയാത്രയ്ക്ക് പോയ ഇവരെ കഴിഞ്ഞ 26-ാം തീയതി മുതൽ കാണാതായിരുന്നു. ഇരുവർക്കും എന്താണ് സംഭവിച്ചത്? അപകടം പറ്റിയതാണോ? അതോ ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ? ബന്ധുക്കളുടെ പരാതിയിൽ കന്യാകുമാരി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി.
കോട്ടയം കിടങ്ങൂർ സൗത്ത് ചന്തക്കവലയിൽ ഏടാട്ട് വീട്ടിൽ ഫിലിപ്പ് മേരിക്കുട്ടി ദമ്പതിമാരുടെ മക്കളാണ് മരിച്ച ആൻ ഫിലിപ്പും മീര ഫിലിപ്പും. അമേരിക്കയിൽ നിന്ന് അടുത്തിടെ നാട്ടിലെത്തിയ ഇരുവരും രാമേശ്വരം, മധുര തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ച് 26-ന് വൈകിട്ടാണ് കന്യാകുമാരിയിലെത്തി ഹോട്ടലിൽ മുറിയെടുത്തത്. പിറ്റേന്ന് ഇവിടെ നിന്നും പുറത്തുപോയ ഇവർ 2 ദിവസം കഴിഞ്ഞിട്ടും ഹോട്ടലിൽ തിരിച്ചെത്തിയില്ല. ഹോട്ടൽ ജീവനക്കാർ അറിയിച്ചതിനെ തുടർന്ന് കന്യാകുമാരി പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇവർ നൽകിയിരുന്ന മൊബൈൽ നമ്പറിൽ വിളിച്ച് ഹോട്ടൽ ജീവനക്കാർ യുവതികളുടെ അമ്മ മേരിയെ വിവരമറിയിച്ചു. തുടർന്ന് പിതാവിന്റെ സഹോദരനും ബന്ധുക്കളും കന്യാകുമാരിയിലെത്തി വിവിധയിടങ്ങളിൽ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല. ബന്ധുക്കളുടെ പരാതിയിൽ കന്യാകുമാരി പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരുന്നതിനിടെയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. രാവിലെ കന്യാകുമാരിയിലെ വാവാതുറൈ ചൂണ്ടവളവ് പ്രദേശത്ത് കടലിൽ മത്സ്യബന്ധത്തിന് പോയ മത്സ്യത്തൊഴിലാളികളാണ് 2 മൃതദേഹങ്ങളും കണ്ടെത്തി കരയിലെത്തിച്ചത്. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി നാഗർകോവിൽ ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. 15 വർഷമായി വിദേശത്ത് ജോലി നോക്കുന്ന സഹോദരങ്ങൾ അവധിക്കാലത്ത് ഒത്തുകൂടി വിനോദയാത്രകൾക്ക് പോകുന്നത് പതിവായിരുന്നു. 35 വയസ്സുള്ള ആനി ഫിലിപ്പ് എക്സ്റേ ടെക്നീഷ്യനാണ്. 32-കാരി മീര ഫിലിപ്പ് എഞ്ചിനീയറും. ലണ്ടനിൽ താമസിക്കുന്ന എലിസബത്ത് ഫിലിപ്പാണ് സഹോദരി. പോസ്റ്റ്മോർട്ടത്തിലെ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കന്യാകുമാരി. നിയമം നടപ്പാക്കേണ്ടവരാണ് പോലീസുകാർ. എന്നാൽ സമീപകാലത്ത് പലരുടെയും പ്രവൃത്തി സേനയ്ക്കാകെ നാണക്കേടുണ്ടാക്കുന്ന തരത്തിലാണ്. നഗ്നചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലത്ത് അറസ്റ്റിലായി. KAP അടൂർ ബറ്റാലിയനിലെ സിവിൽ പോലീസ് ഓഫീസറായ അവിനാഷ് സുരേന്ദ്രനെയാണ് ശൂരനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയുടെ കുടുംബവുമായുള്ള പ്രതിയുടെ മുൻ പരിചയമാണ് തട്ടിപ്പിന് വഴിവെച്ചത്. ഇയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനുള്ള നടപടിയും ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. പ്രായപൂർത്തിയാകുന്നതിന് മുൻപെടുത്ത പെൺകുട്ടിയുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചായിരുന്നു തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചത്. ഈ ചിത്രങ്ങൾ പെൺകുട്ടിയുടെ മാതാവിന്റെ ഫോണിൽ നിന്ന് പ്രതിയായ അവിനാഷ് തന്റെ ഫോണിലേക്ക് പകർത്തുകയായിരുന്നു. തുടർന്ന് വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ സൃഷ്ടിച്ച് ഈ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. പിന്നീട് അതേ ചിത്രങ്ങൾ പെൺകുട്ടിയുടെ മാതാവിന്റെ ഫോണിലേക്ക് വാട്സാപ്പ് വഴി അയച്ചതായും കണ്ടെത്തി. അജ്ഞാതൻ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതായി കുടുംബത്തെ വിശ്വസിപ്പിച്ച അവിനാഷ് താനാണ് ഇതിൽ ഇടപെട്ട് തടയാൻ ശ്രമിക്കുന്നതെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചു. 15 പവൻ സ്വർണം നൽകിയാൽ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് നിർത്താമെന്നും അയാൾ പറഞ്ഞതായി പരാതിയിലുണ്ട്. കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് പെൺകുട്ടിയുടെ മൊഴിയെടുത്ത പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് അവിനാഷ് കുടുങ്ങിയത്. പോലീസ് ഉദ്യോഗസ്ഥനായ പിതാവ് സേവനത്തിലിരിക്കെ മരിച്ചതിനെ തുടർന്നാണ് അവിനാഷിന് ജോലി ലഭിച്ചത്. ഏറെ നാളായി ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഇയാളെ സർവീസിൽ നിന്ന് നീക്കാനുള്ള നടപടിയും പുരോഗമിക്കുകയാണ്. ന്യൂസ് 18 കൊല്ലം. അനധികൃത കുടിയേറ്റം നടത്തിയ 2 ബംഗ്ലാദേശി യുവതികൾ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് പിടിയിൽ. ബംഗ്ലാദേശികളായ സുമി, ഇദ്ഖാനൂർ എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. പെൺവാണിഭമാണ് നടന്നതെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ബംഗ്ലാദേശി യുവതികളുടെ കൂടെയുണ്ടായിരുന്ന 6 പേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആയുർവേദ ഡോക്ടർമാരാണെന്ന് പറഞ്ഞാണ് ഇവർ വീട് വാടകയ്ക്കെടുത്തിരുന്നത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരുന്നതായി പോലീസ് പറഞ്ഞു. കാര്യവട്ടം മേനല്ലൂരിൽ 2 ആഴ്ച മുമ്പാണ് ഈ സംഘം ഇരുനില വീട് വാടകയ്ക്കെടുത്തത്. ആന്റി ടെറർ സ്ക്വാഡിന്റെ നിർദ്ദേശപ്രകാരം കഴക്കൂട്ടം പോലീസാണ് ഇവരെ പിടികൂടിയത്. ബംഗ്ലാദേശികളായ സുമി, ഇദ്ഖാനുൻ എന്നിവർ അനധികൃതമായാണ് കഴിഞ്ഞുവന്നതെന്ന് പോലീസ് പറഞ്ഞു. കൊല്ലം സ്വദേശി പുഷ്പ, കാട്ടാക്കട സുദീപ്,
കർണാടക സ്വദേശി ഡാനിയൽ, വർക്കല സ്വദേശി നൌഫിയ, ബംഗളൂരു സ്വദേശി മധുമതി, പശ്ചിമ ബംഗാൾ സ്വദേശി മൗസ്മി ബിസ്വാൾ എന്നിവരും പിടിയിലായ സംഘത്തിലുണ്ട്. യുവതികളെ ഉപയോഗിച്ച് പെൺവാണിഭം നടത്തിയിരുന്നതായാണ് പോലീസ് സംശയിക്കുന്നത്. വാടക വീട്ടിൽ നിന്ന് 2 കാറുകളും നിരവധി മൊബൈൽ ഫോണുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇടനിലക്കാരി വഴി ആയുർവേദ ഡോക്ടർമാരാണെന്ന് പറഞ്ഞാണ് ഇവർ 35,000 രൂപയ്ക്ക് വീട് വാടകയ്ക്കെടുത്തിരുന്നത്. കസ്റ്റഡിയിലെടുത്തവരെ കഴക്കൂട്ടം പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. മതിയായ രേഖകളില്ലാതെ രാജ്യത്ത് തങ്ങുന്നവരെ കണ്ടെത്താൻ വ്യാപക പരിശോധനകളാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം നഗരത്തിൽ 2 ബംഗ്ലാദേശികൾ അനധികൃതമായി താമസിച്ചതിന് പിടിയിലായിരുന്നു. ന്യൂസ് 18 കഴക്കൂട്ടം. മൂവാറ്റുപുഴയിൽ ഗർഭിണിയെ ആക്രമിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ. ആരക്കുഴ മീങ്കുന്നം സ്വദേശികളായ കെൻസ് ജേക്കബ്, അരുൺമണി, സോബിൻ എന്നിവരാണ് പിടിയിലായത്. യുവതിയുടെ ഭർത്താവിനെ ഉപദ്രവിക്കുന്നത് കണ്ട് തടഞ്ഞപ്പോൾ ഇവരെയും ആക്രമിച്ചെന്നാണ് കേസ്. ഭർത്താവിനോടുള്ള മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം. മാസം ഗർഭിണിയായ യുവതിയെയാണ് പ്രതികൾ ആക്രമിച്ചത്. 27 രാത്രി 10:30 സംഭവം. പ്രതികൾക്ക് യുവതിയുടെ ഭർത്താവിനോട് മുൻവിരോധമുണ്ടായിരുന്നു. തുടർന്ന് മൂവാറ്റുപുഴ മീങ്കുന്നം ഭാഗത്തുള്ള വീടിന് സമീപം വെച്ച് പരാതിക്കാരിയുടെ ഭർത്താവിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഇത് കണ്ട് തടയാൻ ശ്രമിച്ച പരാതിക്കാരിയെയും പ്രതികൾ ആക്രമിച്ചെന്നാണ് കേസ്. പ്രതികളും ആരക്കുഴ മീങ്കുന്നം സ്വദേശികളുമായ കെൻസ് ജേക്കബ്, അരുൺമണി, സോബിൻ എന്നിവരെയാണ് മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ അനിൽ ജോർജിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. സംഘത്തിൽ SI-മാരായ NS റോയ്, ശ്രീനാഥ് എസ്, VC സജി, ഷിബു മാത്യു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ RO അജിംസ്, സന്ദീപ് പ്രഭാകർ, ബിജി മാത്യു എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് 18 കോതമംഗലം. കുംഭമേളയിലെ വൈറൽ താരത്തിന്റെ പരാതിയിൽ സംവിധായകൻ സനോജ് മിശ്രയ്ക്കെതിരെ പോക്സോ കേസ്. എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് മധ്യപ്രദേശ് പോലീസിന് കൈമാറും. 17 വയസ്സുള്ളപ്പോൾ സിനിമാ സെറ്റിൽ വെച്ച് സംവിധായകൻ മോശമായി പെരുമാറിയെന്നാണ് പരാതി. പെൺകുട്ടിയുടെ രഹസ്യമൊഴി കോടതി രേഖപ്പെടുത്തി. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് പ്രായം സംബന്ധിച്ച് വിവാദമുണ്ടാക്കുന്നതെന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നെന്നും പെൺകുട്ടിയും അഭിഭാഷകനും പറഞ്ഞു. ഡയറി ഓഫ് മണിപ്പൂരിന്റെ സിനിമാ സെറ്റിൽ വെച്ചാണ് മനോജ് മിശ്ര മോശമായി പെരുമാറിയതെന്നാണ് പരാതിയിൽ പറയുന്നത്. കൊച്ചിയിലെത്തിയ പെൺകുട്ടി മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴാണ് ആദ്യം ഇക്കാര്യം വെളിപ്പെടുത്തിയത്. സനോജ് മിശ്ര പലതവണ സെറ്റിൽ വെച്ച് മോശമായി പെരുമാറി, ദേഹത്ത് കയറി പിടിച്ചു. ഇത് വീട്ടുകാരോട് പറഞ്ഞിരുന്നു. പക്ഷേ തനിക്കൊപ്പം നിൽക്കാൻ വീട്ടുകാർ തയ്യാറായില്ല. കുടുംബത്തിലെ എല്ലാവരോടും ഇക്കാര്യം പറഞ്ഞിരുന്നു. ആരും ഒപ്പം നിന്നില്ല. ഇത് ആദ്യ സിനിമയല്ലേ എന്ന് പറഞ്ഞ് അവർ ഒഴിഞ്ഞുമാറി. അവർക്ക് പണം മതിയായിരുന്നുവെന്നും പെൺകുട്ടി പറഞ്ഞു. നേപ്പാളിലും ഡെറാഡൂണിലും വെച്ചാണ് ദുരനുഭവം ഉണ്ടായത്. സത്യം മറച്ചുവെക്കാനാണ് സനോജ് മിശ്ര അനാവശ്യ വിവാദം ഉണ്ടാക്കുന്നതെന്നും പെൺകുട്ടി ആരോപിച്ചിരുന്നു. അതേസമയം ആരോപണങ്ങൾ തള്ളി സനോജ് മിശ്രയും രംഗത്തെത്തിയിരുന്നു. പെൺകുട്ടിയും ഫർമാൻ ഖാനും തമ്മിലുള്ള വിവാഹത്തെ താൻ എതിർത്തതാണ് ആരോപണങ്ങൾക്ക് പിന്നിലെ കാരണമെന്നാണ് മിശ്ര പറയുന്നത്. തന്റെ പേര് നശിപ്പിക്കാൻ ശ്രമിച്ചതിന് പെൺകുട്ടിക്കെതിരെ ഉടൻ തന്നെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. എറണാകുളം സെൻട്രൽ പോലീസാണ് സനോജിനെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത്. കേസ് മധ്യപ്രദേശ് പോലീസിന് കൈമാറും. എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി.
രാഷ്ട്രീയത്തിനു വേണ്ടി ചിലർ തന്നെ ഉപയോഗിക്കുകയാണെന്ന് പെൺകുട്ടി ആരോപിച്ചു. പ്രായം സംബന്ധിച്ച യഥാർത്ഥ രേഖകൾ തിരുത്തിയതുകൊണ്ടാണ് പരാതി കൊടുത്തിരിക്കുന്നത്. 18 വയസ്സ് തികഞ്ഞില്ലെങ്കിൽ പേരെങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ വന്നതെന്നും പെൺകുട്ടിയുടെ അഭിഭാഷകനും ചോദിക്കുന്നു. राजनीति पॉलिटिक्स के लिए बीजेपी के लोग ऐसा कर रहे हैं. वो लोग ऐसे झूठ बोल रहे कि मेरा एज कम है. सरकार देखो अंधी नहीं होती है, कानून अंधा नहीं होता है. उनने सब कुछ चेक किया, आधार कार्ड. उनने ही मेरे पति के खिलाफ अपहरण केस भी करवाया है, जबकि उनने मेरे पापा ने सबने मिलकर करवाया है कि 27 फरवरी को मुझे किडनैप कर लिया गया है. ഈ ബർത്ത് സർട്ടിഫിക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ആധാർ നമ്പറാണ് ഈ കുട്ടി ഈ പറയുന്ന 7 വയസ്സുള്ളപ്പോൾ എടുത്ത ആദ്യത്തെ ആധാർ കാർഡ് കാണുന്ന നമ്പർ. അതിന്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ബർത്ത് സർട്ടിഫിക്കറ്റിൽ. ഇത് ഫാബ്രിക്കേറ്റ് ചെയ്താണെങ്കിൽ എങ്ങനെ ഈ പറയുന്ന റീസെന്റ് എടുത്ത 2025 എടുത്ത ഈ പറയുന്ന ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഈ പറയുന്ന ഡേറ്റ് വരും? ഇറ്റ്സ് എ ഫാബ്രിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതുതായി കൊണ്ടുവന്നിരിക്കുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഫാബ്രിക്കേറ്റഡ് ആണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ കുട്ടിയുടെ പേര് ഇലക്ട്രൽ ഇതിനകത്ത് വന്നിട്ടതാണ്. ഈ 18 വയസ്സാവാത്തൊരു കുട്ടിയുടെ പേരെങ്ങനെയാണ് ഈ പറയുന്ന വോട്ടർ പട്ടികയിൽ വരിക? ആ കുട്ടിയുടെ വോട്ടർ ID ആണത്. ആ വോട്ടർ IDയിൽ പറയുന്നുണ്ട് ആ കുട്ടിയുടെ ഏജ് എത്രയാന്നുള്ളത്. ന്യൂസ് 18 കൊച്ചി. നടനും റിയാലിറ്റി ഷോ താരവുമായ ഷിയാസ് കരീമിനെതിരായ സാമ്പത്തിക തട്ടിപ്പ് പരാതിയിൽ കൂടുതൽ തെളിവുകൾ പുറത്ത്. ഗൂഗിൾ പേ വഴിയും ബാങ്ക് ട്രാൻസ്ഫർ വഴിയും ഷിയാസ് ലക്ഷങ്ങൾ കൈപ്പറ്റിയതിന്റെ രേഖകളാണ് പരാതിക്കാരി പുറത്തുവിട്ടിരിക്കുന്നത്. ഇവരുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിക്ക് പിന്നാലെയാണ് ഷിയാസ് കരീമിനെതിരെ സാമ്പത്തിക തട്ടിപ്പ് ആരോപണവും ശക്തമാകുന്നത്. 1 ലക്ഷം രൂപ വരെയുള്ള തുകകൾ പലപ്പോഴായി ഷിയാസ് അക്കൗണ്ട് വഴി കൈപ്പറ്റിയതായി ബാങ്ക് രേഖകൾ വ്യക്തമാക്കുന്നു. ഇതിനു പുറമെ ഇരുവരും തമ്മിലുള്ള മെസ്സഞ്ചർ ഓഡിയോ ചാറ്റുകളും പരാതിക്കാരി പുറത്തുവിട്ടു. അത്യാവശ്യമായിട്ട് വേണം, ഒരു 1-2 ദിവസം അതിനുള്ളിൽ റെഡിയാക്കണം. നോക്ക് പെരുന്നാൾ കഴിഞ്ഞിട്ട് മതി. ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, പെരുന്നാൾ കഴിഞ്ഞിട്ട് മതി, അല്ലെങ്കിൽ കുഴപ്പമില്ല. ഗൂഗിൾ പേ വഴിയും ബാങ്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയുമാണ് ലക്ഷങ്ങൾ കൈമാറിയത്. സ്വന്തം അക്കൗണ്ടിന് പുറമെ ഷിയാസിന്റെ കുടുംബാംഗങ്ങളുടെ പേരിലും പണം വാങ്ങിയതിന്റെ തെളിവുകൾ പരാതിക്കാരി ഹാജരാക്കിയിട്ടുണ്ട്. വലിയ തുകകൾ നേരിട്ട് പണമായും കൈപ്പറ്റിയെന്നാണ് പോലീസിന് നൽകിയ മൊഴിയിലുള്ളത്. പരാതിക്കാരിയുടെ ATM കാർഡ് ഉപയോഗിച്ചും ഷിയാസ് പണം പിൻവലിച്ചതായി ആരോപണമുണ്ട്. ജിമ്മിന്റെ ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് പലപ്പോഴായി 49 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തു എന്നാണ് സ്ത്രീയുടെ പരാതി. കോഴിക്കോട് ചേവായൂർ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ അന്വേഷണം തൃപ്തികരമല്ലെന്നറിയിച്ച് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം. കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടതിന് പിന്നാലെ പിതാവ് വയൽ രാജൻ കണ്ണൂർ DIGയെ സന്ദർശിച്ചു. കേസ് അട്ടിമറിക്കാനും ആരോപണ വിധേയരായ അധ്യാപകരെ സംരക്ഷിക്കാനും നീക്കമുള്ളതായാണ് കുടുംബത്തിന്റെ പരാതി. അതേസമയം ഒളിവിലുള്ള ഡോക്ടർ MK റാമിനെ കണ്ടെത്താൻ തെരച്ചിൽ തുടരുകയാണെന്ന് പോലീസ് പറയുന്നു. നിതിൻ രാജിന്റെ മരണത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടിരുന്നു. ഇക്കാര്യം മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്ന് കുടുംബം പറയുന്നു. അന്വേഷണം തൃപ്തികരമല്ല എന്നറിയിച്ച് ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനമെന്ന കണ്ണൂരിൽ DIG GH യതീഷ് ചന്ദ്രയെ സന്ദർശിച്ച ശേഷം നിതിൻ രാജിന്റെ പിതാവ് രാജൻ പറഞ്ഞു. കുടുംബം ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടില്ല. വേറെ ഏജൻസി അന്വേഷിച്ചാൽ പെട്ടെന്ന് കണ്ടെത്തുമെന്നാണ് അധികൃതർ പറയുന്നത്. ഡോക്ടർ MK റാമിനെ പിടിക്കാത്തതിൽ വ്യക്തമായ മറുപടി ലഭിക്കുന്നില്ല. തുടക്കം തൊട്ട് ഇതുവരെ അന്വേഷണം നേരായ വഴിയിലല്ല പോകുന്നതെന്നും പിതാവ് കുറ്റപ്പെടുത്തി. വേറെ അന്വേഷണ ഏജൻസിയെ ഏൽപ്പിച്ച സാഹചര്യത്തിലാണ് DIGയെ കണ്ടതെന്നും രാജൻ പറഞ്ഞു. ഡോക്ടർ MK റാമിനെ കണ്ടെത്തുന്നതിന് 2 സംഘം കേരളത്തിന് പുറത്ത് അന്വേഷണം നടത്തുന്നുണ്ടെന്ന് DIG വ്യക്തമാക്കി. 12ഓളം വീടുകൾ റെയ്ഡ് ചെയ്തു. റെയ്ഡ് തുടരുകയാണ്.
നിതിന്റെ കുടുംബത്തിന് ആവശ്യമുള്ള CCTV ദൃശ്യങ്ങളും മറ്റു വിവരങ്ങളും കോടതി നിർദ്ദേശം നൽകിയാൽ കൊടുക്കുമെന്നും DIG അറിയിച്ചു. നിതിൻ രാജിന്റെ മരണത്തിൽ ഒന്നാം പ്രതിയായ ഡോക്ടർ MK റാമിന് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചിരുന്നു. മുൻകൂർ ജാമ്യം ലഭിച്ച രണ്ടാം പ്രതി ഡോക്ടർ KT സംഗീത നമ്പ്യാർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവുകയും അവരെ അറസ്റ്റ് ചെയ്ത ശേഷം വിട്ടയക്കുകയും ചെയ്തു. ഇതിനിടെ ഡോക്ടർ റാം ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കണ്ണൂർ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തൃശൂരിൽ ഗുണ്ടകൾക്കൊപ്പം വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത 2 പോലീസുകാർക്ക് സസ്പെൻഷൻ. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിനെ തുടർന്ന് സസ്പെൻഷനിലായത് അന്തിക്കാട് സ്റ്റേഷനിലെ 2 CPOമാർ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പട്ടികജാതി വനിതകൾക്കായുള്ള സ്വയം തൊഴിൽ വായ്പയുടെ സബ്സിഡിയിൽ ക്രമക്കേട് നടത്തിയ കേസിൽ മുഖ്യപ്രതി പിടിയിൽ. 75 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് കോർപ്പറേഷൻ മുൻ SC പ്രൊമോട്ടർ S. സിന്ധുവിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തത്. ഇൻസ്റ്റഗ്രാം കണ്ടന്റ് ക്രിയേറ്ററും സംരംഭകയുമായ യുവതിയെ വെട്ടിക്കൊന്ന ശേഷം ഭർത്താവ് ജീവനൊടുക്കി. ചെന്നൈ നങ്കനല്ലൂർ സ്വദേശിനിയും ശ്രീസായി സിൽക്സ് എന്ന സാരി സ്റ്റോർ ഉടമയുമായ നാഗലക്ഷ്മിയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് സുബ്രഹ്മണ്യനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തി. ഇൻസ്റ്റഗ്രാമിൽ 3.5 ലക്ഷത്തോളം ഫോളോവേഴ്സുള്ള കണ്ടന്റ് ക്രിയേറ്ററാണ് നാഗലക്ഷ്മി. ദാമ്പത്യ പ്രശ്നങ്ങളെ തുടർന്ന് നാഗലക്ഷ്മിയും സുബ്രഹ്മണ്യനും ഏറെക്കാലമായി വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കൊലപാതകത്തിന് ശേഷം സുബ്രഹ്മണ്യൻ രണ്ടാമത്തെ മകന് മൊബൈൽ ഫോണിൽ സന്ദേശം അയച്ചിരുന്നതായാണ് വിവരം. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.